കാരണം മലപ്പുറം വളരെ സൽക്കാര പ്രിയരുള്ള നാടാണ്. എല്ലാവരെയും ഭയങ്കര ആക്സെപ്റ്റ് ചെയ്യുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മലപ്പുറത്താണെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ. പിന്നെ ഇത്ര ക്രൗഡ് ഉണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്ത മുത്തു, നിങ്ങളുടെ മുത്തുവിന്റെ ഫസ്റ്റ് പ്രോഗ്രാമിനാണ് ചിക്കാഗോന്റെ വരുന്നത്. അപ്പോൾ ഷിയാസൊക്കെ പറഞ്ഞ പോലെ കുറെ അതിൻ്റെ ഒരു ഫാമിലി പോലെ എല്ലാ ഇവന്റ്സിലും വരുന്നത്. അപ്പൊ ഇനിയും ഞങ്ങളെ വിളിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ അപ്സര ചേച്ചിയുടെ ഒപ്പം സ്റ്റേജിൽ നിൽക്കാനും, പിന്നെ അനുവിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം വെരി ഹാപ്പി ടു മീറ്റ് യു. പിന്നെ ഷിയാസൊക്കെ നമ്മുടെ ഫാമിലി പോലെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ എല്ലാ പരിപാടിക്കും ഷിയാസൊക്കെ ഒപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇൻവൈറ്റ് ചെയ്ത ചിക്കാഗോനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇപ്പൊ സീരിയലിന്റെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും വില്ലത്തി കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു വില്ലത്തി സങ്കല്പമാണ് എന്നെ കുറിച്ച്. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും അതൊക്കെ മാറി. ഞാൻ പാവാണെന്ന് ഇല്ലേ അബി? അതെ ചോദിച്ചപ്പോൾ പറയാനൊരു മടി. എന്തായാലും മലപ്പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇനാഗുറേഷന്. ഇപ്പൊ അനുവും ഷിയാസിക്കൊക്കെ പറഞ്ഞ പോലെ ഇവരുടെ ചിക്കാഗോന്റെ ഫാമിലിയിൽ കുറേ ഇനാഗുറേഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവര് തന്നെ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു, നിങ്ങളുടെ ഫാമിലിയിൽ കുറെ ഇനാഗുറേഷൻ ചെയ്തു എന്ന്. അപ്പൊ മാറ്റാൻ സമയമായി. അങ്ങനെ എടുത്ത് മാറ്റുമോ മുത്തു? ഇല്ല, മാറ്റില്ല. അപ്പൊ എന്റെ പുതിയ ആൾക്കാരെ ഫാമിലിയിലേക്ക് ആഡ് ചെയ്യാൻ സമയമായി. ഞങ്ങൾ ആഡ് ചെയ്താലും മതി, നിങ്ങളെ മാറ്റിയില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾ ആഡ് ചെയ്താലും മതി. അവര് വന്നിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ചിക്കാഗോന്റെ നമ്മളീ ഒരു ഭക്ഷണം ഞാൻ ഭയങ്കരമായിട്ട് ഭക്ഷണം ആസ്വദിച്ചു. ഞാൻ കാണാൻ കുറച്ച് ഇതൊക്കെയാണെങ്കിലും ഭക്ഷണം അങ്ങനെ ഒത്തിരി കഴിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. പക്ഷെ കുറച്ചാണെങ്കിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുത്തെ ഷെഫ് പറഞ്ഞു, നമ്മൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും വലിച്ചു വാരി കഴിച്ചിട്ട് ഓടാൻ നോക്കും. അപ്പോൾ ആ ഷെഫ് എന്നോട് പറഞ്ഞതാ, അങ്ങനെ കഴിക്കരുത്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സാവധാനം ഓരോന്നും ആസ്വദിച്ച് അങ്ങനെ കഴിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ചിക്കാഗോന്റെ ഷെഫുമാരോട് ചോദിച്ചാലും അത് തന്നെ പറയും. അപ്പൊ